ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ ടാങ്കിന്റെ പണി കഴിഞ്ഞിരിക്കാനാണിത്. നമ്മുടെ പുതിയ ഫിഷ് ടാങ്കാണ്, സിമെന്റ് ടാങ്കാണ്. അപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബിഗ് ജറുകൾ ഇടാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ബിഗ് ജറുകൾ നിലവിലിതേ ആ 2 ടാങ്കിലാണ് ബിഗ് ജർ കിടന്നത്. ഇതേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ 2 ടാങ്കിലാണ് ബിഗ് ജർ കിടന്നത്. ഇതിനകത്തൊരു ബ്രീഡിംഗ് പെയറും ഇതിനകത്തൊരു 5-6 പെയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് കിളി വന്നിട്ട് നമ്മുടെ ടാങ്ക് കുളിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ആൾ വന്ന് നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന മീനുകളെ മൊത്തം ആൾ പിടിച്ചകത്താക്കി. ഇതിലേക്ക് കിടന്ന മെയിലിനെയും ഫീമെയിലിനെയും കഴിച്ചു. അതുപോലെ തന്നെ ഇതിനകത്ത് കിടന്നൊരു 5-6 ബിഗ്ഗർ നല്ല ഇയറൊക്കെ ഉള്ള അടിപൊളി മീനുകളെ മൊത്തം അത് തിന്ന് ചേർത്ത്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളും ഇതിനകത്ത് 2 കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്. ഓക്കെ, വേറെ ബിഗ്ഗറുകളൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ 6 ടാങ്കിൽ മീൻ കിടപ്പുണ്ട്. ആ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മീനാണ് കിടക്കുന്നത്. ഈ സൈഡിൽ ഒന്ന് കിടപ്പുണ്ടേ, അവിടെ കിടപ്പുണ്ട്. ആൾക്കാർ മുകളിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിലൊരു അടിപൊളി വെറൈറ്റി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറ്റി ഇതിനെ എടുത്ത് കണ്ടതേ വന്നതേ ആ മീനുകളെ കണ്ട. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ അവരെ ഇടാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ദിവസം ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം. വെള്ളമെല്ലാം നാളെ എന്തായാലും വെള്ളമെല്ലാം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ മീനുകൾ ഇറക്കി വിടാം. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ മിക്സഡ് ടാങ്കാണ്. ഇതിൽ കുറച്ച് ഗപ്പീസും നമ്മുടെ പ്ലാറ്റീസൊക്കെയാണ് കിടക്കുന്നത്. ഇതിൽ കുറച്ചാണല്ലേ, ഇതിൽ കുറച്ച് പ്ലാറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഗപ്പീസും ഉണ്ട്, കുറച്ച് പ്ലാറ്റീസും ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മിക്സഡ് ടാങ്കാണിത്. അപ്പോൾ ഇതിലും അത്യാവശ്യം ബ്രീഡിങ് കാര്യം നടക്കുന്നുണ്ട്. ഗപ്പീസിൻ്റെ ആയാലും പ്ലാറ്റീസിൻ്റെ ആയാലും കൂടുതലും പ്ലാറ്റീസാണ് ഇതിനകത്ത് ബ്രീഡ് ആവുന്നത്. കാരണം ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പ്ലാറ്റുകൾ പിടിച്ച് അകത്താക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും പ്ലാറ്റുകളാണ് ബ്രീഡ് ആവുന്നത്. അപ്പോൾ അതേ ആ ടാങ്കിൽ കിടക്കുന്ന മൊത്തം ആ ടാങ്കിനിപ്പം ഫുൾ വൃത്തിയാക്കണം. അതിനകത്ത് തവള ഉണ്ടായിരുന്നു, അത് പോയോ ഇല്ലെന്ന് അറിയില്ല. അതിന് അടിയിലുണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കിയിട്ട് എടുത്ത് കളയണം. ഓക്കെ, അതുപോലെ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ മീൻ വളർത്തിയിട്ട് നമുക്ക് കിട്ടാത്തൊരു വെറൈറ്റി തവളേനെ നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി കിട്ടിയായിരുന്നു. നിങ്ങളിതേ ഈ കുപ്പിയിൽ കാണുന്ന തവള ഉണ്ടോ ഗൈസ്? ഈ കുപ്പിയിൽ കാണുന്ന തവളയെന്ന് പറയുമ്പോഴത്തേക്കും മരത്തിൽ കയറുന്ന തവളയാണിത്. ഇത് നമ്മുടെ മരങ്ങളിലൊക്കെ കയറുന്ന തവളയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് അതിനെ കിട്ടുന്നത് കാണുന്നത്. ഓക്കെ, നമ്മുടെ ടാങ്കിൽ ഇത്ര വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ആ ഒരു തവളേൻ്റെ ടാങ്കിൽ നിന്ന് കിട്ടുന്നത്. സാധാരണ നമ്മുടെ ടാങ്കിൽ ചൊറുത്തവളയും മറ്റേ പച്ചത്തവളയൊക്കെയാണ് വരാറ്. ഇത് ആദ്യമായിട്ടാണ് ഈ മരത്തിൽ കയറുന്ന തവള നമ്മുടെ ടാങ്കിൽ ഒന്ന് കയറിയത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇതിനകത്ത് ഞാൻ കണ്ടത് വേറൊരു മോഡൽ വെള്ള കളർ തവള. പക്ഷെ അതിന് ഇന്നിപ്പോൾ കാണുന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കിട്ടി ഞാൻ പിടിച്ചാൽ വീഡിയോ കാണിച്ചുതരാം. ഓക്കെ, ഒരു വെള്ള തവള ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് പോലൊരു കളർ, ഒരു വെള്ളയും ഇങ്ങനെ ഒരു മിക്സ് കളർ ഒരു തവള ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു ക്രീം കളർ. ഓക്കെ, എന്തായാലും അതിനെ ഞാൻ കിട്ടുവാണെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ടാങ്ക് നാളെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇതിനകത്ത് മീനുകൾ ഇടുന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് വരുന്നുണ്ട്. അതാണ് വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ചെയ്തതിൻ്റെ സാധനങ്ങളാണ് കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ അപ്ഡേഷൻസ് കണ്ടില്ല. നമ്മുടെ 2 ടാങ്ക്, ഇവിടെ 3 ടാങ്ക്. ഓക്കെ.